ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വലിയ നോമ്പിൻ്റെ നാളുകളിലൂടെ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ജീവിതം നോമ്പാലും ഉപവാസത്താലും പ്രാർത്ഥനകളാലും ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ തക്കവണ്ണം ഈ നാളുകൾ പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മനസ്സും ചിന്തകളും നോമ്പ് നോക്കുന്ന ഒരനുഭവം നമ്മുടെ ഹൃദയത്തിൽ ഈ നോമ്പ് കാലത്ത് രൂപപ്പെടേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാണ് പ്രാർത്ഥനകളിൽ ഇങ്ങനെ ചൊല്ലുന്നത്: ശരീരം മാത്രം നോമ്പ് നോക്കിയാൽ പോരാ, ആത്മാവും നോമ്പ് നോക്കണമെന്നുള്ളതിനെക്കുറിച്ച് സുറിയാനി പാരമ്പര്യത്തിലുള്ള പ്രാർത്ഥനകളിലെല്ലാം ചൊല്ലുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ശരീരം മാത്രം നോക്കുന്ന നോമ്പ് വ്യർത്ഥമായിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് പറയുക: ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് തിന്മകളെയും വെടിയേണ്ടതാകുന്നു. ദുർവിചാരങ്ങളെ വെടിയാതെ ഭക്ഷണത്തെ മാത്രം വെടിഞ്ഞിട്ടുള്ള നോമ്പ് വ്യർത്ഥമായിട്ടുള്ളതാകുന്നു എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ശരീരം ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നതോടൊപ്പം തന്നെ ആത്മാവിൽ നിലനിൽക്കുന്ന തിന്മകളെയും അതോടൊപ്പം ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് മനസ്സാകുന്നില്ല എങ്കിൽ നാം നടത്തുന്ന നോമ്പും ഉപവാസവും അർത്ഥരഹിതമായി തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലം തുറന്ന മനസ്സോടുകൂടെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു നോമ്പനുഷ്ഠാനം നിർവഹിക്കുവാൻ നിങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത് നോമ്പുമായി ബന്ധപ്പെട്ട് നാം ചെയ്യുന്ന ചില പ്രവർത്തികളുമായി ബന്ധപ്പെട്ടുള്ള ചില വചനഭാഗങ്ങളാണ്. ആയതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമുക്ക് തുറന്ന മനസ്സോടുകൂടെ ഈ നോമ്പുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ, യേശുക്രിസ്തു എന്ത് സംസാരിക്കുന്നു നോമ്പുമായി ബന്ധപ്പെട്ട ചില പ്രവൃത്തികളെക്കുറിച്ച് എന്നുള്ളത് ചർച്ച ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ആ 6-ാം അധ്യായത്തിൽ പലയിടങ്ങളിലായി കിടക്കുന്ന ചില വേദഭാഗങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എടുക്കുന്നത് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ് പറയുക: ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളമൂതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഇനി രണ്ടാമത് മറ്റൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നത് വിശുദ്ധ മത്തായി 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് പറയുക: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. വീണ്ടും മൂന്നാമത് ഒരു വാക്യം കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 6-ാം അധ്യായത്തിൻ്റെ തന്നെ 16-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്, അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ശ്രദ്ധേയമായ 3 വേദഭാഗങ്ങളാണ്. ഈ വേദഭാഗങ്ങളെല്ലാം മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ തന്നെ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നോമ്പ് കാലത്ത് നിങ്ങൾ വളരെ കാര്യമായി ധ്യാനിക്കേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കേണ്ട ഒരു അധ്യായമാണ് വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം എന്നൊരു നിർദ്ദേശവും കൂടെ ഇതിനോട് ചേർത്ത് വയ്ക്കുകയാണ്. നിങ്ങൾ ഇന്ന് ഈ വചന ശുശ്രൂഷ കേട്ടാൽ പോലും തുടർന്ന് നിങ്ങൾ ഈ വേദഭാഗം കാര്യമായി ഒന്ന് ധ്യാനിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം സൃഷ്ടിക്കുവാൻ ശ്രദ്ധിക്കണമേ. ഞാൻ ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ചില പൊതുവായ കാര്യങ്ങളൊന്ന് എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 3 പ്രവർത്തികളെക്കുറിച്ചാണ് പറയുക. 1 ഭിക്ഷ കൊടുക്കുന്നതിനെക്കുറിച്ച്, 2 പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്, 3 ഉപവസിക്കുന്നതിനെക്കുറിച്ച്. ഈ 3 പ്രവൃത്തികളാണ് നോയമ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചെയ്യുവാൻ പരിശുദ്ധ സഭ നമ്മെ ആഹ്വാനം ചെയ്യുന്ന 3 പ്രവൃത്തികളാണല്ലോ ഇത്. ഭിക്ഷ കൊടുക്കുക, അതായത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുക, ചാരിറ്റി. അത് നോമ്പ് കാലത്ത് നമ്മളൊക്കെ പലപ്പോഴും കാര്യമായി നിർവഹിക്കാൻ ശ്രമിക്കാറുണ്ട്. രണ്ടാമത്തേത് പ്രാർത്ഥിക്കുക. നന്നായി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം, കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കണം ഈ നോമ്പ് കാലത്ത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. വീണ്ടും മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഉപവസിക്കുക.
അപ്പോൾ ഈ ഉപവാസവും നോമ്പ് കാലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. ഈ 3 കാര്യവും നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന വാക്ക് നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് എന്നുള്ളതാണ്. കപടഭക്തിക്കാര്, ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ അതിന് എഴുതിയിരിക്കുന്ന ഹിപ്പോക്രാറ്റ്സ് എന്നാണ്. ഹിപ്പോക്രാറ്റ്സ് എന്ന പദമാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് ഈ 3 പ്രവൃത്തിയും ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ ഒരു വാർണിംഗ് യേശുക്രിസ്തു വചനത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ ആകുന്ന ചില ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് യേശുക്രിസ്തുവിന് വളരെ വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടാണ് യേശുക്രിസ്തു അത് കൃത്യമായിട്ട് അത് എടുത്തു പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. പ്രാർത്ഥനയിൽ, നോമ്പനുഷ്ഠാനത്തിൽ ഒരു കപടഭക്തിയുടെ ഒരു സാധ്യത ഇല്ല എങ്കിൽ യേശുക്രിസ്തു അത് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമില്ല. യേശുക്രിസ്തു അത് എടുത്തു പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധ്യത പ്രാർത്ഥിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയിൽ രൂപപ്പെടാൻ വളരെ കാര്യമായ സാധ്യതയുണ്ടെന്ന് ക്രിസ്തുവിന് അറിയാവുന്നത് കൊണ്ടാണ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ കാലങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്ന, എന്നെ ശ്രവിക്കുന്ന ഞാനും നിങ്ങളും ഒരുപക്ഷെ കപടഭക്തിയോടുകൂടി നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ കപടഭക്തി ഇല്ലാതെ നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തികളായിരിക്കാം. ഇതിൽ രണ്ടിൽ ഏത് നിലപാടാണ് നമ്മളുടേത് എന്നുള്ളതാണ് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടത്. യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയെ, കപടഭക്തി എന്ന് പറയുന്ന അവസ്ഥയെ പ്രത്യേകമായി എടുത്തു കാണിക്കുന്നതെന്നറിയാമോ? ആ അവസ്ഥ ക്രിസ്തു ആഗ്രഹിക്കാത്ത അവസ്ഥയാണ്. ക്രിസ്തു ആഗ്രഹിക്കാത്ത, ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ചാരിറ്റി ചെയ്യുമ്പോഴും ക്രിസ്തു ആഗ്രഹിക്കാത്ത അവസ്ഥയാണ് കപടഭക്തി. അപ്പോൾ ക്രിസ്തു അത് ആഗ്രഹിക്കാത്ത അവസ്ഥയാണ്. എന്നിട്ടും നമ്മളിൽ ആ അവസ്ഥ ഉണ്ടെങ്കിൽ എന്താ അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ആ അവസ്ഥ നമുക്ക് നൽകുന്നത് ആരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തു ആഗ്രഹിക്കാത്ത കപടഭക്തി നമ്മളിൽ ഉണ്ട് എങ്കിൽ ആ കപടഭക്തി നമ്മിൽ നൽകുന്നത് പിശാചാണ്, ഒരു സംശയമില്ല. അപ്പോൾ കപടഭക്തി എന്ന് പറയുന്നത്, അതായത് വചനത്തിൽ ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ള വിഷയങ്ങളെ ഫോക്കസ് ചെയ്യാതെ, ശ്രദ്ധിക്കാതെ, അതിന് വില കൊടുക്കാതെ, അത് ഭക്തിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ടുള്ള നോമ്പനുഷ്ഠാനം പിശാച് നൽകുന്നതാണെന്നുള്ള വ്യക്തമായ ഒരു സൂചന തന്നെയാണ് ഈ വചനഭാഗത്ത് ക്രിസ്തു നമുക്ക് പകർന്നു തരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കലൊരു സന്യാസി വൈദികൻ പറഞ്ഞ ഒരു ഉദാഹരണം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സുറിയാനി പാരമ്പര്യത്തിലുള്ള സന്യാസി വൈദികർ ഈ കറുത്ത വസ്ത്രം ധരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കറുത്ത വസ്ത്രവും അതുപോലെ തന്നെ തലയിൽ ഇങ്ങനെ ഒരു മഷ്നംസ എന്ന് പറയുന്ന വസ്ത്രവും ശിരോവസ്ത്രവും തലയിൽ ഇടുന്ന ഒരു പതിവുണ്ട്. അതവർ സന്യാസിമാരാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകമായ സൂചനയാണ്. അപ്പോൾ ആ വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് അദ്ദേഹം ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ ഒരു എയർ ഹോസ്റ്റസ് വന്നിട്ട് കുറച്ച് ഭക്ഷണം ഇവർക്ക് തരാനായിട്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. ഒരല്പം പ്രായമായ ഒരു സ്ത്രീയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നു, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം അതെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞ് ഈ തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീയോട് ഈ എയർ ഹോസ്റ്റസ് ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഉടനെ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട. അപ്പോൾ ഇവർ ചോദിച്ചു, അതെന്തുകൊണ്ടാണ് ഭക്ഷണം വേണ്ടാത്തത്? ഉടനെ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഉപവാസമാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വളരെ കൗതുകത്തോടെ അവരെ നോക്കിയിട്ട് ഇവരങ്ങ് പോയി. അപ്പോൾ ഈ തൊട്ടടുത്തിരുന്ന ഈ സന്യാസി പുരോഹിതന് ഒരു കൗതുകം, അദ്ദേഹത്തിന് ഒരു പരിധി വരെ ഒരല്പം മനസാക്ഷി കുത്തം ഉണ്ടായി എന്ന് വെക്കാം. കാരണം ഇദ്ദേഹം ഒരു സന്യാസി വൈദികനാണ്. അദ്ദേഹം നല്ല ഭക്ഷണമൊക്കെ ഇട്ടിരുന്ന് കഴിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരു അൽമായ സ്ത്രീ പറയാണ്, ഞാൻ ഉപവാസമാണ്, കഴിക്കുന്നില്ല. അപ്പോൾ അവരുടെ മുന്നിൽ ഇരുന്ന് ഇദ്ദേഹത്തിന് കഴിക്കാനും കൂടെ ഒരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ ഇദ്ദേഹം അടുത്തിരിക്കുന്ന ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ ഏത് സമുദായ അംഗമാണ്? നിങ്ങൾ ക്രിസ്തീയ സമുദായത്തിലെ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്നിങ്ങനെ വളരെ കൗതുകത്തോടെ ചോദിച്ചപ്പോൾ ആ സ്ത്രീ ഇദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനി അല്ല എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കൗതുകമായി, നിങ്ങൾ ക്രിസ്ത്യാനി അല്ല എങ്കിൽ പിന്നെ നിങ്ങൾ ആരാണ്? നിങ്ങൾ പിന്നെ എന്താണ് ഉപവസിക്കുന്നത്? ഉടനെ ആ സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് വളരെ രൂക്ഷമായ ഒരു നോട്ടം നോക്കിയിട്ട് പറഞ്ഞു അത്രേ, ഞാൻ സാത്താൻ സഭയിൽപ്പെട്ട ഒരംഗമാണ്. ആ സ്ത്രീ പറഞ്ഞതാണ്, ഞാൻ സാത്താൻ സഭയിൽപ്പെട്ട അംഗമാണ്, ഞാൻ സാത്താനെ ആരാധിക്കുന്ന സമുദായത്തിൽപ്പെട്ട ഒരംഗമാണ്. ആ സ്ത്രീ അത് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനൊരു ഞെട്ടലായി.
ഉടനെ അദ്ദേഹത്തിന് വീണ്ടും ആ ഞെട്ടലോടൊപ്പം തന്നെ ഒരു കൗതുകവും ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ സാധാരണ ഈ ക്രിസ്ത്യാനികളാണ് ഉപവസിക്കുന്നതൊക്കെ കേട്ടിട്ടുള്ളത്. നിങ്ങൾ സാത്താൻ സഭയിൽപ്പെട്ട അംഗമാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഉപവസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, ഞങ്ങൾ സാത്താൻ സഭയിൽപ്പെട്ട ആളുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപവാസം എടുക്കാറുണ്ട്. ഞങ്ങൾ ഉപവസിക്കുന്നത് ക്രിസ്ത്യാനികൾ മുഴുവൻ നശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ്. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ മുഴുവൻ നശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപവാസം എടുക്കുകയും സാത്താനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം വളരെ ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞൊരു സംഭവമാണ്. അദ്ദേഹത്തിന് വളരെ നൊമ്പരമായി. അദ്ദേഹം പിന്നെ അവരോട് അധികം സംസാരിക്കാൻ പോയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒരു പൈശാചിക സാന്നിധ്യം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്ന് അദ്ദേഹം ഷെയർ ചെയ്തത് ഞാൻ ഓർക്കാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഉപവാസം പിശാച് എടുക്കുന്നുണ്ട്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പിശാച് ഉപവസിക്കും, പിശാച് പ്രാർത്ഥിക്കും, പിശാച് ചാരിറ്റി ചെയ്യും. ഈ പറഞ്ഞ 3 കാര്യങ്ങളും പിശാചും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ നമ്മളത് ചെയ്യുമ്പോൾ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ചെയ്യുമ്പോൾ അത് ക്രിസ്തീയമായ ഉപവാസമാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ക്രിസ്തു ആഗ്രഹിക്കുന്ന ഉപവാസം അല്ല എങ്കിൽ പിന്നെ അത് പിശാച് ആഗ്രഹിക്കുന്ന ഉപവാസമായി മാറുന്നു. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ഉപവാസവും പ്രാർത്ഥനയും നമുക്ക് നടത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നടത്തുന്നത് പിശാച് ആഗ്രഹിക്കുന്ന ഉപവാസവും പ്രാർത്ഥനയുമാണ്. ഈ അടുത്ത ദിവസം അതിനോട് സമാനമായ ഒരു വലിയ ചിന്ത എൻ്റെ ഹൃദയത്തെ ഒരുപാട് നോവിച്ചൊരു ചിന്ത എൻ്റെ മനസ്സിൽ കടന്നു വന്നതാണ്. വിശുദ്ധ കുർബാന നമ്മളൊക്കെ സ്വീകരിക്കുന്നവരാണ്. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ വ്യഭിചാര ചിന്തയോടുകൂടി, പാപ ആസക്തികളോടുകൂടി ഒരു വ്യക്തി വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്ന് കരുതുക. വേണ്ടതുപോലെ മനസ്താപമില്ലാതെ, വേണ്ടതുപോലെ പശ്ചാത്തപിക്കാതെ, വിശുദ്ധ കുമ്പസാരം നടത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ ഒരു വ്യക്തി വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുകയാണ്. അപ്പം ഞാൻ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ കുർബാന യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു വ്യക്തി ഒരുക്കമില്ലാതെ, മനസ്താപമില്ലാതെ, വ്യഭിചാര ചിന്ത ഉള്ളിൽ വെച്ചുകൊണ്ട് വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, സാത്താൻ സഭയിൽപ്പെട്ട ആളുകൾ വിശുദ്ധ കുർബാന വ്യഭിചാര ചിന്തകളോടുകൂടി കൈകാര്യം ചെയ്യുകയും തെറ്റായ രീതിയിൽ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി വ്യഭിചാര ചിന്ത ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ, തമ്പുരാൻ എനിക്ക് തന്നൊരു വെളിച്ചം എൻ്റെ ഹൃദയത്തെ വളരെ നോവിക്കുന്ന ഒരു വെളിച്ചമാണ്, പറഞ്ഞതാണ് അത് ഈക്വൽ ടു ബ്ലാക്ക് മാസ് എന്നാണ് തമ്പുരാൻ തരുന്ന ബോധ്യം. ദാറ്റ്സ് ഈക്വൽ ടു ബ്ലാക്ക് മാസ് എന്ന് പറഞ്ഞാൽ പിശാചിനെ ആരാധിക്കുന്ന, പിശാചിൻ്റെ സഭയിൽപ്പെട്ട സമൂഹങ്ങൾ വിശുദ്ധ കുർബാനയെ വ്യഭിചാര തുല്യമായ ചിന്തകളോടുകൂടെ, പ്രവർത്തികളോടുകൂടെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. വ്യഭിചാരപരമായ മനോഭാവങ്ങൾ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് വേണ്ടവണ്ണം ഏറ്റുപറയൽ നടക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് വേദപുസ്തകപരമായതിന് അടിസ്ഥാനമുണ്ട് എന്നും കൂടെ തോന്നുകയാണ്. കാരണം യൂദ തിന്മയുടെ, യേശുവിനെ ഒറ്റുകൊടുക്കാനുള്ള ചിന്ത ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അപ്പം സ്വീകരിച്ചപ്പോൾ യൂദായുടെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചു എന്ന് വിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നിർവഹിക്കുന്ന പ്രവൃത്തി ദൈവം ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് വിശുദ്ധ കൂദാശകളും നോമ്പനുഷ്ഠാനങ്ങളുമെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന മനോഭാവം പുലർത്തുന്നില്ല എങ്കിൽ നമ്മൾ അറിയാതെ അത് പിശാചിൻ്റെതായിട്ട് രൂപാന്തരപ്പെടുന്നു എന്നുള്ള വെളിച്ചം തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇത് വളരെ സങ്കടകരമായ, അങ്ങനെയെങ്കിൽ ഇന്ന് വലിയൊരു സമൂഹം ജനവും ഉപവസിക്കുന്നത് ആരുമായിട്ടുള്ള ബന്ധത്തിലാണെന്ന് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഉപവാസത്തിൽ കപടഭക്തി നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഉപവാസം പിശാചുമായിട്ടുള്ള ബന്ധത്തിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയായി മാറിയാൽ അയ്യോ കഷ്ടമെന്നേ പറയാനുള്ളൂ. എത്ര സങ്കടകരമായ ഒരു അനുഭവമാണ്. ഈ നോമ്പ് കാലത്തൂടെ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ ഉപവസിക്കാതിരിക്കാനുള്ള പ്രേരണയല്ല നിങ്ങൾക്കുണ്ടാകേണ്ടത്, മറിച്ച് ക്രിസ്തു പറയുന്ന മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങളുടെ വാല്യൂ അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ തീക്ഷ്ണമായി ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ഉപവസിക്കാൻ, ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനുള്ള, ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു തീവ്രമായ ആഹ്വാനമാണ്. കപടഭക്തി എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വസ്തുത എന്താണെന്നറിയാമോ? അത് ഒരു ഉള്ളിൽ ഒന്ന് വച്ചുകൊണ്ട് പുറമെ ബാഹ്യമായ ഒരു പ്രകടനം നിർവഹിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയാണ്. കപടഭക്തിയെ നമ്മളൊന്ന് വ്യാഖ്യാനിച്ചാൽ അതാണ്.
ഹൃദയത്തിൽ മറ്റൊന്ന് സൂക്ഷിക്കുന്നു, പുറമേ ബാഹ്യമായ അനുഷ്ഠാനം നിർവഹിക്കുന്നു. ഈ നാളുകളിൽ പല ആളുകളും നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണെന്നുള്ളത് സീരിയസ് ആയിട്ട് കാണേണ്ടതാണ്. ചിലരുടെ ലക്ഷ്യം നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ, ചില ആൾക്കാർ എന്നോട് പറയും, എൻ്റെ അച്ഛ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ കൃത്യമായി ഉപവസിച്ച് നോമ്പ് നോക്കും. എന്തിനാണ്? പിന്നെ അദ്ദേഹം പറയുന്നതാണ്, ആരോഗ്യമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താനുള്ള സമയമാണ്. ഒരാളെന്നോട് പറഞ്ഞാണ്, ആരോഗ്യമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണം, നോമ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നും ഇറച്ചി മീനുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ കുറച്ച് ദിവസം അതൊക്കെ ഒന്ന് മാറ്റി ഹെൽത്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, കൊളസ്ട്രോളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന്. വേറൊരാൾ പറഞ്ഞു, അച്ഛാ നോമ്പ് തുടങ്ങിയാൽ എല്ലാ ദിവസവും ഞാൻ കുമ്പിട്ട് നമസ്കരിക്കും, എല്ലാ ദിവസവും ഉച്ച നമസ്കാരം നടത്തി 40 കുമ്പിട്ട് ഞാൻ നമസ്കരിക്കും. ഞാൻ ചോദിച്ചത് എന്തിനാ? അച്ഛാ ആ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ട്രെഡ്മിൽ എക്സസൈസ് ചെയ്യാറില്ല, കാരണം 40 കുമ്പിട്ട് നമസ്കരിച്ചാൽ വയറ് നന്നായിട്ട് കുറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നത് പിന്നിൽ നിങ്ങളുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന ചില പ്രവൃത്തികളാണോ നിലനിൽക്കുന്നത്? ഇതൊക്കെ കപട ഭക്തിയാണെന്നാണ് ക്രിസ്തു വളരെ കൃത്യമായി പറയുക. ഭക്തിയുടെ പരിവേഷമണിയുന്നു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. അടുത്ത ദിവസം ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധിച്ചു. ആ പോസ്റ്റിൽ ഇങ്ങനെയാണത് എഴുതിയിരിക്കുന്നത്: ഞാൻ ഇന്ന് മുതൽ 40 ദിവസം എല്ലാ ദിവസവും രാവിലെ ഉപവസിക്കാൻ പോവുകയാണ്. എന്നോടൊപ്പം ആ ഉപവാസത്തിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, സങ്കടം തോന്നി എനിക്ക്. കാരണം ഇത് മറ്റുള്ളവരെ അറിയിക്കുകയാണ്, ഞാൻ ഉപവസിക്കുന്ന വ്യക്തിയാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ അദ്ദേഹം പോസ്റ്റ് ചെയ്യും. അദ്ദേഹം രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഫോട്ടോ. അതെങ്ങനെ അദ്ദേഹം എടുക്കുന്ന, ഭാര്യയെ കൊണ്ട് എടുപ്പിക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഇത് കപടഭക്തിയുടെ ഒരു അനുഭവമാണ്. ഞാൻ ഉപവസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു വളരെ വ്യക്തമായി വേദഭാഗത്ത് പറയുന്നത് അത് വേറെ ആരെയും അറിയിക്കാനല്ല, ക്രിസ്തുവുമായിട്ടുള്ള നിന്റെ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ഒരനുഭവമായിരിക്കണം. അതൊരു ക്രിസ്തുവാനുഭവത്തിൻ്റെ വളർച്ചയായി പരിണമിക്കണം. അതങ്ങനെ പരിണമിക്കണമെങ്കിൽ യേശു ക്രിസ്തു പറയുന്ന മാനദണ്ഡം പാലിച്ചേ മതിയാകൂ. നിങ്ങൾ ഹിപ്പോക്രാറ്റ്സ് ആയിട്ട്, കപടഭക്തരായിട്ട് നിങ്ങൾ ഉപവസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം അത് തിന്മയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഹൃദയമായി പരിണമിക്കുന്നു എന്നുള്ള ദുഃഖകരമായൊരു വസ്തുത നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് പറയുകയാണ്, മനുഷ്യരാൽ മാനം ലഭിക്കാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുന്നിൽ കാഹളമൂതരുത് എന്നാണ് ക്രിസ്തു സംസാരിക്കുന്നത്. നീ ഉപവസിക്കുക, നീ ചാരിറ്റി ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യൻ അത് അറിയരുത്, ഒരു വ്യക്തി പോലും അത് അറിയരുത്. നീ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനം അത് നീ ചെയ്യുന്നതാണെന്ന് പോലും ഒരു മനുഷ്യൻ അറിയരുത്. ഇന്നത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണോ അങ്ങനാണോ? നോമ്പ് കാലത്ത് നടക്കുന്ന ചാരിറ്റീസ് ഒക്കെ തന്നെ എത്രയോ കൊട്ടുഘോഷിക്കപ്പെടുന്നു. സൈലൻ്റായി ഇതൊക്കെ ചെയ്യുന്ന ചില ജന്മങ്ങളുണ്ട്, ജീവിതങ്ങളുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയാം, അതുണ്ട്. അങ്ങനെയുള്ളവർ ഒരിക്കലും അറിയപ്പെടുകയില്ലല്ലോ. പക്ഷേ കൊട്ടിഘോഷിക്കപ്പെടുന്നു. വിവാഹ സഹായ നിധി വലിയ മീറ്റിംഗ്, ഈ അടുത്തിടെ ഒരു മീറ്റിങ്ങിൽ, സമുദായത്തിൻ്റെ തന്നെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനിടയായി. ഒരു വർഷം മുൻപാണ്. അന്ന് അവിടെ ഏതാണ്ട് 18ഓളം കുടുംബങ്ങൾക്ക് വിവാഹ സഹായത്തിൻ്റെ നിധി കൊടുക്കുകയാണ്. ഞാനവിടെ സങ്കടകരമായൊരു കാഴ്ച ഞാൻ കണ്ടത്. ഒരു വ്യക്തി അദ്ദേഹം അനൗൺസ് ചെയ്യുകയാണ്. അനൗൺസ് ചെയ്യുന്നത് ആ 18 കുടുംബങ്ങളുടെയും പേര് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവർക്കും മുമ്പിൽ ചെയർ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അവിടെ വന്നിരിക്കണം. നമ്മൾ വിചാരിക്കും ആദരിക്കാൻ വിളിച്ചതാണെന്ന്. പക്ഷേ ഇവരിങ്ങനെ മുന്നിൽ ചെയർ ഇട്ടിട്ട് ഇവരിയ്ക്കുകയാണ്. ആ സ്റ്റേജിൽ നേതാക്കന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. സ്റ്റേജിലിരിക്കുന്ന നേതാക്കന്മാരുടെയൊക്കെ മുഖം ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ, ഈ മുമ്പിലിരിക്കുന്നവരുടെ മുഖം ശ്രദ്ധിക്കുമ്പോഴും വലിയ സങ്കടം എനിക്ക് സൈഡിൽ ഇരുന്നപ്പോൾ തോന്നി. ഇവർ ഗതികെട്ടവരെ പോലെ വന്നിരിക്കുകയാണ്. കണ്ടോ, നീയൊക്കെ ഗതിയില്ലാത്തവനാണ്, നിന്നെയൊക്കെ ഞാൻ എന്തോ സഹായിക്കുന്നു എന്നുള്ള ഭാവമാണ് വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഉള്ളത്. മുന്നിൽ ഇരിക്കുന്നവനോ ഗതികെട്ട് ഈ പൈസ എനിക്ക് വാങ്ങിക്കേണ്ടി വന്നല്ലോ. അവിടെ 10,500 ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. ആ ജനം മുഴുവൻ ഇവരെ നോക്കുന്നതാണ്, പാവങ്ങൾ, ഗതിയില്ലാത്തവർ. ഇവർക്ക് ഞങ്ങൾ അങ്ങ് സഹായിക്കുവാണ് എന്ന ഭാവത്തിൽ. ഞാൻ വിചാരിക്കുമായിരുന്നു, ദൈവമേ, ഇങ്ങനെയൊക്കെ ചെയ്ത് ഇവർക്കിത് കൊടുക്കുന്നതിലും ഭേദം ഇവർക്കിത് കൊടുക്കാതിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുമായിരുന്നു. അവരുടെ മനസാക്ഷിയെ നോവിക്കുന്ന വിധത്തിലാണ് അവർക്ക് കൊടുക്കുന്നത്. എന്നിട്ടോ അത് പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയാവുകയും, ഇത് അവിടെ നടക്കുന്നത് എന്താണ്, അവിടെ കുറേ ഗസ്റ്റ് സ്പീക്കേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ വന്ന് നിന്നിട്ട് ഈ ചാരിറ്റി കൊടുക്കുന്നവരെ അങ്ങോട്ട് അഭിനന്ദിച്ച് പ്രസംഗങ്ങളാണ്, അവരെ അങ്ങ് വാനോളം പുകഴ്ത്തുകയാണ്. അവരാണെങ്കിലോ ഇങ്ങനെ ഇതൊക്കെ കേട്ട് ഹൃദയം ഇങ്ങനെ അഹങ്കാരത്തിൽ തിമിർത്തിരിക്കുകയാണ്.
വളരെ സങ്കടം തോന്നി. എനിക്ക് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും ആകെ അസ്വസ്ഥത തോന്നിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് അവിടെ ഇരിക്കാനായിട്ട് സാധിച്ചില്ല. ഞാനിത് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടെന്നോ, നിങ്ങൾ ദയവേദി നോമ്പ് കാലത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റാരെയും കാണിക്കാൻ വേണ്ടി ചെയ്യല്ലേ, കപടഭക്തി കാണിക്കല്ലേ, നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി അതൊന്നും നിർവഹിക്കല്ലേ. പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ അങ്ങനെ ആകരുത്. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് കൃത്യമായി പറയുന്നു. നിങ്ങൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ളവർ മനസ്സിൽ കാണേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നിട്ട് എല്ലാവരും കാണെ പ്രാർത്ഥനയുടെ പ്രകടനങ്ങൾ നടത്തുന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഇത് കമ്മ്യൂണിറ്റി പ്രയറിന് എതിരായിട്ട് ക്രിസ്തു സംസാരിക്കുന്ന വാക്കല്ല. ക്രിസ്തു കമ്മ്യൂണിറ്റി പ്രയറിന് എതിരൊന്നുമല്ല. യേശു ക്രിസ്തു അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ. പള്ളികളിൽ ക്രിസ്തുവും പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കമ്മ്യൂണിറ്റി പ്രയറിന് എതിരായിട്ടുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരീശ മനോഭാവമുള്ള പ്രാർത്ഥന. പരീശന്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടനാത്മകമായി മാറുന്ന ആ പ്രാർത്ഥനാ രീതികളെ കുറിച്ചാണ് ക്രിസ്തു ഇവിടെ സംസാരിക്കുന്നത്. നീ അറയിൽ കടന്ന് വാതിലടച്ച്, ഈ നോമ്പ് കാലത്ത് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ അറയിൽ കടന്ന്, നിങ്ങൾ ഏതെങ്കിലും മുറിയിൽ കടന്ന് വാതിലടച്ച് കുറ്റിയിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മറ്റു വ്യക്തികൾ അറിയാതെ. എന്നിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിങ്ങ് ഇറങ്ങി വരുമ്പോൾ 4 പേര് കാണുക, ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രസംഗത്തിലും വാക്കുകളിലൊക്കെ ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ നമ്മളെ തന്നെ, നമ്മളുടെ ആ പ്രാർത്ഥന എന്ന് പറയുന്ന അനുഭവത്തെ തന്നെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരനുഭവം വരുമ്പോൾ നമ്മൾ ഹിപ്പോക്രാറ്റ്സായി മാറുകയാണ്, കപടഭക്തരായി മാറുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 3-ാമത് ഉപവാസത്തിന്റെ സമയത്ത് പറയുന്ന കാര്യമാണ്. ഉപവസിക്കുമ്പോൾ നിങ്ങൾ വാടിയ മുഖം കാണിക്കരുത്. വാടിയ മുഖം കാണിക്കരുത്. അതായത് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളത് 4 പേർ അറിയത്തക്കവണ്ണം ഒരു യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും കൂടിയാണ് ക്രിസ്തു ഇത് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ കാലങ്ങളിൽ ചെയ്യുന്നതൊക്കെ വളരെ പ്രകടനാത്മകമായി ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. അത് മാറിപ്പോയിട്ടൊന്നുമില്ല. ക്രിസ്തുവിൻ്റെ കാലത്തുള്ള ആ അപകടങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വാടിയ മുഖം, നിങ്ങളുടെ മുഖത്ത് സത്യത്തിൽ വാട്ടം ഉണ്ടാവുകയില്ല. വെറും ഭക്ഷണം വെടിയലാണ് നിങ്ങൾ നടത്തുന്നതെങ്കിലാണ് വാട്ടം ഉണ്ടാകുന്നത്. ക്രിസ്തുവിനോട് ചേർന്നാണ് നിങ്ങൾ ഉപവസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഉപവാസത്തിൻ്റെ ഒരു ക്ഷീണവും ഒരിക്കലും കാണുകയില്ല. കാരണം നിങ്ങൾ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു ചൈതന്യം നിങ്ങളുടെ മുഖത്ത് വിളങ്ങും. അയാൾ ഉപവസിക്കുകയാണെന്ന് തോന്നുകയില്ല. ദിവസങ്ങളോളം ഉപവസിച്ചാൽ പോലും ഉപവസിക്കുകയാണെന്ന് തോന്നുകയില്ല. അത്രമാത്രം ദൈവിക ചൈതന്യം നിറഞ്ഞു നിൽക്കും ആ ദിവസങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടെന്നോ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ വാടിയ മുഖം കാണരുത്. വാടിയ മുഖം ഉണ്ട് എന്നുള്ളത് തന്നെ നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നല്ല ഉപവസിച്ചത് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇനി ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുള്ള വാട്ടമാണുള്ളതെങ്കിൽ പോലും അത് നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നല്ല ഉപവസിച്ചത് എന്നുള്ളതിൻ്റെ തെളിവാണ് ആ വാടിയ മുഖം എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇനി 3-ാമതൊരു കാര്യം ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ 3 സ്ഥലത്തും പൊതുവായി പറയുന്നൊരു കാര്യമാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ പ്രതിഫലം കിട്ടിപ്പോയി എന്നാണ് കർത്താവ് പറയുന്നത്. അവരുടെ പ്രതിഫലം കിട്ടിപ്പോയി. അവർക്ക് ഇനി പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാനില്ല. നിത്യതയുമായി ബന്ധപ്പെട്ടോ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടോ അവരുടെ ഈ ഉപവാസം നിഷ്ഫലമായി പോയി എന്ന് വേണം ക്രിസ്തു പറയുന്നത്. നിഷ്ഫലമായി പോയി. കാരണം നിത്യതയുമായി ബന്ധപ്പെട്ടും ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടും ലോകവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫിസിക്കലിയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഗുണങ്ങളുണ്ടായേക്കാം എന്നുള്ളതല്ലാതെ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ഇവിടെ കിട്ടി, ഈ ലോകത്ത് കിട്ടി. ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് കൺസിഡർ ചെയ്യപ്പെടുകയില്ല നിങ്ങളുടെ ഈ ഉപവാസം എന്നുള്ളത് ക്രിസ്തു വളരെ കൃത്യമായി പറയുകയാണ്. അപ്പോൾ ദൈവം തമ്പുരാൻ കൺസിഡർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതുകൊണ്ട് എന്തർത്ഥമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം തമ്പുരാൻ കൺസിഡർ ചെയ്യുന്ന തലത്തിലേക്ക് നമ്മുടെ നോമ്പ് അനുഷ്ഠാനം, ഉപവാസം പരിണമിക്കുന്നിടത്ത് മാത്രമാണിത് അർത്ഥമുള്ളതായി പരിണമിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ദൈവം കൺസിഡർ ചെയ്യുന്നുണ്ടോ,
ഈ നോമ്പ് കാലത്ത് എൻ്റെ ഈ സന്ദേശത്തിൻ്റെ സമാപനത്തിലേക്ക് ഞാൻ വരുമ്പോൾ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവം കൺസിഡർ ചെയ്യുന്നുണ്ടോ എൻ്റെ ഉപവാസം, എൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം, എൻ്റെ പ്രാർത്ഥന? അതായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ കൺസിഡർ ചെയ്തിട്ട് ഒരു ഗുണമില്ല. ദൈവം നിങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അത് വ്യർത്ഥമായ നോമ്പായി ഉപവാസമായി പരിണമിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു സത്യസന്ധമായ ക്രിസ്തുബന്ധത്തിലുള്ള ഒരു നോമ്പനുഷ്ഠാനത്തിനുള്ള പ്രേരണ ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച ജീവൻ്റെ വചനങ്ങൾക്കായി അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ നോമ്പും ഉപവാസവും പലപ്പോഴും ബാഹ്യമായ പല പ്രകടനങ്ങളായി പരിണമിക്കുന്നു എന്ന് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലൂടെ അതിലെ വിവിധങ്ങളായ വചനങ്ങളിലൂടെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. നാഥ, ഇന്ന് ഞങ്ങൾക്ക് ഹൃദയത്തിൽ ലഭിച്ച ഈ വെളിച്ചത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കപടഭക്തരായി കാണിക്കാൻ വേണ്ടിയുള്ള ഉപവാസമല്ല, അപ്പോൾ അങ്ങ് ആഗ്രഹിക്കുന്ന സത്യസന്ധമായ നോമ്പനുഷ്ഠാനം, അങ്ങ് കൺസിഡർ ചെയ്യുന്ന ഉപവാസം, അത് നിർവഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉള്ളങ്ങളെ യേശുവെ അങ്ങയിൽ കേന്ദ്രീകൃതമായി ഉപവസിക്കുന്നവരാക്കി പരിണമിപ്പിക്കണമേ. സാത്താൻ്റെ വാഹകരായി ഞങ്ങൾ മാറരുതേ. കപടഭക്തി ഉൾപ്പെടെയുള്ളത് സാത്താൻ്റെ തലങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നാഥ, സാത്താൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഒരു ഉപവാസമായിട്ട് എൻ്റെ ഉപവാസം മാറരുതേ. ആയതിന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മാതാവേ, സകല വിശുദ്ധരെ പിതാക്കന്മാരെ ഞങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.